ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റുവെന്ന് കണ്ടെത്തി. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനാണ് പോറ്റി സ്വർണം വിറ്റത്. ഗോവർദ്ധന്റെ നിർണായക മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT തെളിവെടുപ്പിലേക്ക് കടന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഉരുക്കിയെന്ന് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ സ്വർണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയ സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റതായാണ് SIT കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഗോവർദ്ധനെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് സ്വർണം വിറ്റു എന്നത് വ്യക്തമായത്. ഗോവർദ്ധനല്ലാതെ കൂടുതൽ കണ്ണികൾ സ്വർണം വിറ്റതിൽ ഉണ്ടോ എന്നതും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പിലേക്ക് കടന്നിട്ടുണ്ട്. ബംഗളൂരു കേന്ദ്രീകരിച്ചാകും ആദ്യ തെളിവെടുപ്പ് നടക്കുക. SITയുടെ ഒരു സംഘം ബംഗളൂരു കേന്ദ്രീകരിച്ച് ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. തുടർന്നാകും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണമുരുക്കിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനൊപ്പം പ്രതിപട്ടികയിലെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് കൂടി അന്വേഷണം കടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.